സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, തൊഴിലിടങ്ങളിൽ തൊഴിൽ സമയത്ത് അപകടത്തിൽപ്പെടുകയോ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന സർ, തൊഴിലിടങ്ങളിൽ തൊഴിൽ സമയത്ത് അപകടത്തിൽപ്പെടുകയോ തൊഴിലിനിടയിൽ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന തൊഴിലാളികളെ സംരക്ഷിക്കാൻ രാജ്യത്തിനാകെ മാതൃകയാകുന്ന തരത്തിൽ കേരളം നടപ്പിലാക്കുന്ന ക്ഷേമനിധി പദ്ധതിയെ സംബന്ധിച്ച് വിശദീകരിക്കാമോ? ഇന്ത്യയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദ്യമായി ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. LDF ഗവൺമെന്റാണ് സർ തൊഴിലുറപ്പ് ക്ഷേമനിധി ഏർപ്പെടുത്തിയത്. സർ, ആ ക്ഷേമനിധി പ്രകാരം അപകടത്തിൽപ്പെടുന്ന തൊഴിലാളികൾക്ക് മാത്രമല്ല ആനുകൂല്യം, തൊഴിലെടുക്കുന്നവർക്ക് പ്രസവാനുകൂല്യമുണ്ട്, അവരുടെ മക്കൾക്ക് പ്രസവാനുകൂല്യമുണ്ട്, വിദ്യാഭ്യാസാനുകൂല്യമുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകുന്നത്. സർ, കേന്ദ്ര ഗവൺമെന്റ് അത് മുഴുവൻ ഇപ്പോ അട്ടിമറിക്കുന്ന നിലയിലേക്കാണ് പോകുന്നത്. അതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഡോക്ടർ ജയരാജ് സർ, കേന്ദ്ര ഗവൺമെന്റ് മഹാത്മാഗാന്ധി പദ്ധതിയെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അത്യം പോലെ ഈ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറായത് സാർ. എന്റെ ചോദ്യം, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ നിയമം അത് നിലവിൽ ഡിമാൻഡ് ഡ്രിവൺ ഫ്രെയിംവർക്കിൽ നിന്ന് സെപ്പറേറ്റ് ഡ്രിവൺ ഫ്രെയിംവർക്കിലേക്ക് മാറ്റുമ്പോൾ സംസ്ഥാനത്തുണ്ടാകുന്ന അധിക ബാധ്യതയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. എന്തായിരിക്കും സംസ്ഥാന കാര്യത്തിൽ ഏറ്റെടുക്കാൻ പോകുന്ന നടപടി? അധിക ബാധ്യത ഇപ്പൊ കൃത്യമായിട്ട് പ്രവചിക്കാനാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രം എത്ര തൊഴിലാണ് അനുവദിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം കണക്കിലെടുക്കേണ്ടതുണ്ട്. കേന്ദ്രം അനുവദിക്കുന്ന തൊഴിലിന് 60% കേന്ദ്ര ഗവൺമെന്റ് തരും. അതിന്റെ 40% സംസ്ഥാനം വഹിക്കേണ്ടി വരും. പിന്നെ പുതുതായി തൊഴിൽ സൃഷ്ടിക്കുകയാണെങ്കിൽ അതിന് 100% വഹിക്കേണ്ടി വരും. അപ്പോൾ എത്രയായിരിക്കും അധിക ബാധ്യത എന്ന് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. പല കണക്കുകൾ വന്നിട്ടുണ്ട്. 3000-3500 കോടി വരെ അധിക ബാധ്യത വരുമെന്ന കണക്കുകളെല്ലാം വന്നിട്ടുണ്ട്. സാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ കേന്ദ്ര ഗവൺമെന്റ് 1210 കോടി രൂപ കൂലി ഇനത്തിൽ കുടിശ്ശികയാണ് സാർ. കേരളത്തിലെ 22 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകേണ്ട കൂലി 1210 കോടി കുടിശ്ശികയാണ്. ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ 10-18 MP-മാരുണ്ട് സാർ. ഇന്ന് വരെ വാ തുറന്ന് ഈ കാര്യം പാർലമെന്റിൽ ചോദിക്കാൻ അവരാരും തയ്യാറായിട്ടില്ല. ജനങ്ങളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വോട്ടും വാങ്ങി ജയിച്ചു പോയിട്ട് ഇവരൊന്നും വാ തുറന്ന് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ നേതാവ് പ്രിയങ്ക ചായയും കുടിച്ച് മോദിയോടൊപ്പം ആഘോഷിക്കുന്നത്, തൊഴിലുറപ്പിനെ തകർത്തത് ആഘോഷിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇതാണ് ഇവരുടെ മനോഭാവം, ഇവരുടെ സമീപനം ഇതാണ് സാർ. ശ്രീ ജോബ് മൈക്കിൾ സാർ, പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിഷയം ഈ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ പോലും യാതൊരു കൂറുമില്ലാതെ ഇവിടെ സമരം നടത്തുന്ന പ്രതിപക്ഷ നടപടി വളരെ മോശമാണ് സാർ. എനിക്ക് ഇവിടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, 60%-ലധികം സ്ത്രീ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തുന്നതിന് ഇല്ലാതാക്കുന്നതിന് ശ്രമിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ സ്ത്രീകളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് വിശകലന വിധേയമാക്കിയിട്ടുണ്ടോ? അതിനുള്ള പരിഹാരം സംസ്ഥാന സർക്കാർ നടപ്പാക്കുമോ എന്നുള്ളതാണ് സാർ എന്റെ ചോദ്യം. ചോദ്യം 60%-ലധികം സ്ത്രീ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ശ്രമിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് വിശകലന വിധേയമാക്കിയിട്ടുണ്ടോ? അതിനുള്ള പരിഹാരം സംസ്ഥാന സർക്കാർ നടപ്പാക്കുമോ? സർ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ധനകാര്യമന്ത്രി ഈ വർഷത്തെ ബജറ്റിൽ 1000 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ട്. അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ വിരുദ്ധമായ നടപടി കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റേത്. കാരണം തൊഴിലുറപ്പ് തൊഴിലാളികൾ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു വരുമാനമാണ്. ദാരിദ്ര്യ ലഘൂകരണത്തിനുള്ള നടപടിയാണ്. അപ്പൊ പാവപ്പെട്ടവർക്കെതിരായ സർജിക്കൽ സ്ട്രൈക്കാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടുത്ത ദ്രോഹമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. അത് ഈ സഭ ഗൗരവമായിട്ട് കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട സന്ദർഭത്തിലാണ് നിർഭാഗ്യകരമായിട്ടുള്ള പ്രതിഷേധം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സാർ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ പേരിലുണ്ടായിരുന്നതും രാജ്യത്തെ കോടിക്കണക്കിന് പട്ടിണി പാവങ്ങൾക്ക് ആശ്വാസം നൽകുന്നതുമായ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ഇല്ലെന്നാക്കിയപ്പോൾ അതിനെതിരായ വിഷയം ഈ സഭയിൽ ചോദ്യമായി ഉന്നയിക്കപ്പെടുമ്പോൾ പ്രതിപക്ഷം നടത്തുന്ന ഇത്തരം ഒരു സമരാഭാസം
അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് സൂചിപ്പിക്കട്ടെ സാർ. എന്റെ ചോദ്യം, തൊഴിലുറപ്പ് പദ്ധതിയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ എല്ലാം ഏറ്റെടുക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉയർന്നു വന്നപ്പോൾ അതിനെ മറികടന്ന് കാർഷിക മേഖലയിലെ പ്രവർത്തികൾ കൂടി ഉൾപ്പെടുത്താൻ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. വ്യവസ്ഥകൾ, നിബന്ധനകളൊക്കെ കേന്ദ്രത്തിന്റെ സമീപനമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോദ്യം നമ്പർ 94 ശ്രീ ലിൻഡോ ജോസഫ്, ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി. മിനിസ്റ്റർ ടേബിൾ ചെയ്താൽ മതി. ടേബിൾ ചെയ്യുന്നു സർ. ശ്രീ ലിൻഡോ ജോസഫ്. സാർ, നാടിന്റെ വികസനത്തെ തടയുക എന്നത് മാത്രമായി പ്രതിപക്ഷത്തിന്റെ നിലപാട് ചുരുങ്ങുകയാണ് സാർ. സാർ, നാട്ടിലെ സാധാരണക്കാരുടെ വിഷയം ഉന്നയിക്കാനുള്ള അവസരത്തെ എല്ലാ ദിവസവും ഇങ്ങനെ ഈ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സാർ. സാർ, ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ടുകൊണ്ട് മാത്രമാണ് സാർ. ഈ പദ്ധതിയെ എതിർക്കുമെന്നായിരുന്നു സാർ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് സാർ. സാർ, എന്റെ ചോദ്യം, ഈ LDF സർക്കാർ വന്നതിന് ശേഷം 2134 കോടി രൂപ മുടക്കി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുകയാണ് സാർ. സാർ, ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പദ്ധതി ആരംഭിക്കുന്ന മറിപ്പുഴയിൽ നിന്ന്, ആനക്കാമ്പൽ മറിപ്പുഴയിൽ നിന്ന് ദേശീയപാതയുമായി കണക്ട് ചെയ്യാനുള്ള റോഡിന്റെ അലൈൻമെന്റ് എപ്രകാരമാണ്? ദേശീയപാതയുമായി കണക്ട് ചെയ്യാൻ എന്തെല്ലാം പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്ന് വിശദമാക്കാം. സർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞതുപോലെ ഒരു ജനതയുടെ സ്വപ്നമാണ് സാർ. എത്ര പതിറ്റാണ്ടുകളായിട്ട് ഒരു ജനത ആഗ്രഹിക്കുന്നതാണ് സാർ ഇങ്ങനെ ഒരു പാത അവർക്ക് വേണം എന്നുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ നടത്തിയ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സാർ അവിടെ ഇപ്പോൾ നമുക്ക് ഈ പ്രോജക്ട് അനുവദിച്ചതും ഈ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ സാർ, നമ്മൾ ഒരു കാര്യം കാണണം. ഒരു കാരണവശാലും ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് ഒരു ജനതയുടെ സ്വപ്നത്തിനെതിരായി നിന്ന ചിലരും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം സാർ. സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും, ആളുകളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും നാടിന്റെ വികസനത്തിനെതിരായി നിൽക്കുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതിനെ എതിർത്തതാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടും ഉണ്ട് സാർ. സാർ, അവിടെ നമ്മുടെ ഈ തുരങ്കപാത, കോഴിക്കോട് വയനാട് തുരങ്കപാത സാർ, കുന്നമംഗലം, അഗസ്ത്യമൂഴി, തിരുവമ്പാടി, ആനക്കാംപൊയിൽ, മരിപ്പുഴ, കള്ളാടി, മേപ്പാടി, കൽപ്പറ്റ റോഡിനെ ഇതില് സംസ്ഥാന ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ 83 ആയി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. തുരങ്കപാത കൊല്ലങ്കൽ കോഴിക്കോട് ദേശീയപാത NH 766 കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്തും വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഭാഗത്തുമായാണ് ബന്ധിക്കപ്പെടുന്നത്. കുന്നമംഗലം മുതൽ അഗസ്ത്യമൂഴി വരെയുള്ള 4 വരി പാതയുടെ അലൈൻമെന്റ് സർക്കാരിന്റെ പരിഗണനയിലാണ്. അത് പരിശോധിച്ച് DPR-ലേക്ക് ഉടൻ തന്നെ കടക്കാനാകും സാർ. മൈക്ക് കൊടുക്കടാ.